വീട് കയറി ഇറങ്ങി പാടി വിളംബരം ചെയ്യുന്ന നാട്ടില് വാഴുന്ന ദേവി ദേവന്മാരുടെ ചരിത്രങ്ങൾ പാടി നടന്ന് ആ വിളംബരം ചെയ്യുകയാണ്. ഈ പൂരം വേല വരുന്ന കാലങ്ങളിൽ അത് 7 ദിവസം 5 ദിവസം ഒക്കെ നിങ്ങൾ പാടി നടക്കും. അത് എൻ്റെ അച്ഛനും അച്ഛനും എല്ലാവരും ചെയ്ത് അതേമാതിരി തന്നെയാണ് ഇപ്പോഴും ഇത് നടന്നു വരുന്നുണ്ട്. നമ്മുടെ വള്ളുവനാട്ടില് കനക്കത്തൂര്, ആര്യങ്കാവ്, കുഴിയമ്പറമ്പ്, പാലക്കില്, മുല്ലക്കില്, ഏളവാതക്കില്, ആമയ്ക്കില് എല്ലായിടത്തും ഇത് നടന്നു വരുന്നുണ്ട്. മുല്ലമ്പറമ്പത്ത്, തിരുട്ടോളം ഭഗവതിക്ക് എല്ലാവർക്കും ദേശം ഏത് വീടുണ്ട് ഞങ്ങൾക്ക് വേനൽക്കാലം മുഴുവൻ ഉള്ള പൂരങ്ങൾക്ക് ഞങ്ങൾക്ക് വിളംബരം ചെയ്യാൻ അന്ന് കാരണന്മാര് പഠിപ്പിച്ചാണ്. കാരണന്മാര് പറയുന്നത് ദൈവതമ്പുരാന്റെ കാരുണ്യം കൊണ്ട് ദൈവതമ്പുരാൻ കൽപ്പിച്ചതാണ്, ദൈവതമ്പുരാൻ തന്ന തുടിയാണ്, അതുകൊണ്ട് ഉപജീവന മാർഗമാണ് വിളംബരം ചെയ്യാൻ. കിട്ടുന്നത് വാങ്ങിപ്പോര, അവിടെ വിലപേശലില്ല, ചോദിക്കലില്ല, ഒന്നുമില്ല. വിളംബരം ചെയ്യാം, അവരെന്തെങ്കിലും തന്നാൽ അത് വാങ്ങാൻ പോര. അങ്ങനെയുള്ള പാരമ്പര്യ കലയാണ് ഇത്. അതിന്നും നടന്നു വരുന്നുണ്ട് എല്ലാ കാവിലും. ഇത് നിക്കണച്ചാൽ കാവിൽ പൂരങ്ങളും വേലകളും ഇല്ലാത്തൊരു കാലം വരണം, ഇന്നാലേ ഇത് നിൽക്കും. അല്ലാതെ ഈ കല പോവാൻ പാടില്ല. ഞങ്ങൾ പൂയലിന്റെ കാരണന്മാർക്കാണ് എല്ലാ പേരുകളും എല്ലാം കിട്ടേണ്ടത്. പക്ഷെ അന്ന് അവർക്ക് ഇങ്ങനെ പത്രത്തിൽ നിന്ന് കൊടുക്കാനോ വിളംബരം ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടില്ല. നാട്ടിലുള്ളവർ മാത്രം അവർക്ക് വല്ല സമ്മാനം കൊടുക്കുക, കേൾക്കുക. അവർക്ക് കഴിയാത്തത് നമ്മൾ എല്ലാ കുട്ടികൾക്കും ഈ നാട് മുഴുവൻ അറിയണം. ഇങ്ങനെ ഒരു കല ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു കല എപ്പോഴും ഉണ്ട്. അപ്പോ എല്ലാവർക്കും അറിയാൻ വേണ്ടി കുട്ടികൾക്ക് ആർക്കും വേണമെങ്കിലും, ഇവിടെ ജാതി വേണ്ട, മതം വേണ്ട, രാഷ്ട്രീയം വേണ്ട, ഒന്നും വേണ്ട. ഭഗവതിനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ ഈ കല ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ഏത് ജാതിക്കും പഠിക്കാം, ഏത് പ്രായക്കാർക്കും പഠിക്കാം. ഇത് നല്ല ഒരു മരുന്നും കൂടിയാണ്, ഔഷധ മരുന്നാണിത്. പഴയ കാരണന്മാരും ഭഗവതിയിലെടുത്ത് പോയിട്ടുകൂടി നമുക്ക് നേരിട്ട് പാടി ഭഗവതിയെ സന്തോഷിപ്പിച്ചാൽ ഭഗവതി തരുന്ന സുഖം അത് നമുക്ക് കിട്ടണ ഒരു സുഖം. അത് എല്ലാവർക്കും എപ്പോഴും മൂളിപ്പാട്ടായിട്ടും പാടി നടക്കാം. അപ്പോഴും മനസമാധാനമാണ്, വിശപ്പറിയില്ല, ദാഹറിയില്ല, ഒന്നും അറിയില്ല. ഇതൊരു ആയുർവേദയും ഇംഗ്ലീഷും എല്ലാം കൂടി ഒരു മരുന്നാണ്, ഒറ്റമൂലി മരുന്ന്. അതാണ് നാടൻ പാട്ട്, ഈ നാട്ടുരൂപം ഭഗവതി പാട്ട്. എൻ്റെ കാരണന്മാർ തരുന്നുണ്ട്. ഇന്ന് ഞാൻ എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സഹായിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. ആനാപുരാന്ത തിരുനീരല് കണ്ടേ ആനയ്ക്കു മതമിളയേ തിത്താന്തോ. ആനാപുരാന്ത തിരുനീരല് കണ്ടേ ആനയ്ക്കു മതമിളയേ തിത്താന്തോ. തിത്തൈരാ തെയ്തോ തിത്തൈരാ തെയ്തോ തിത്തൈരാ തെയ്തോ ആത്മാ തെയ്തോ നേരിട്ടു ചെന്നു പുതിയ പോലേ ഇല്ലവും തകർത്തുപോയേ. തിത്തൈരാ തെയ്തോ തിത്തൈരാ തെയ്തോ തിത്തൈരാ തെയ്തോ ആത്മാ തെയ്തോ ആടിപ്പാലക ചേർക്കുന്ന തമ്പുരാനെ ആകൊണ്ടേ തിത്തൈരോ തിത്തൈരാ തെയ്തോ തിത്തൈരാ തെയ്തോ തിത്തൈരാ തെയ്തോ ആത്മാ തെയ്തോ അവിടുന്നും മേക്കോട്ടുകാരെ ഇവരെല്ലാം തകർത്തുപോയേ. തിത്തൈരോ അവിടുന്നും കീഴ്പോട്ട് വേണ്ടി വിളവെല്ലാം തകർത്തുവിട്ടേ. തിത്തൈരോ തിത്തൈരാ തെയ്തോ തിത്തൈരാ തെയ്തോ തിത്തൈരാ തെയ്തോ ആത്മാ
സമ്മാനപ്പാട്ടായിട്ടാണ് നായരോട് പാടാറ്. ഇത് പരസ്യമുറ്റും കളിയിലൊക്കെ ഉൾപ്പെട്ട ഒരു പാട്ടാണ് നാടൻ പാട്ട്. അത് നായാടിയോട് പാടും. അതുപോലെ പൊറാട്ട് നാടകത്തിൽ ഇതൊക്കെ സമ്മാനപ്പാട്ടായിട്ട് ലാസ്റ്റ് പാടുന്ന പാട്ടുകളാണ്. ഇതിലെ സമ്മാനത്തിൽ ലാസ്റ്റ് പോരുമ്പോ നായാട്ട് എന്ന് പറയും. അത് ഞങ്ങളുടെ പാരമ്പര്യം. പിന്നെ പൊറാട്ട് നാടകം ഇതിൽ ഉൾപ്പെടും. പൊറാട്ട് നാടകം പാടാം, അതുപോലെ വിനോദ പാട്ടുകൾ പാടാം, കുട്ടികൾക്ക് വേണ്ടിയുള്ള പാട്ടുകൾ പാടാം, രസിപ്പിക്കുന്ന പാട്ടുകൾ പാടാം, കോമാളിപ്പാട്ടുകളുണ്ട്. പൊറാട്ട് നാടകത്തിലുള്ള എല്ലാ കലകളും ഇതിലുണ്ട്. ഞങ്ങൾ പാട സമുദായമാണ് പാലക്കാട് ഈ വള്ളുവ നാട്ടില് കംപ്ലീറ്റും പൊറാട്ട് നാടകത്തിന്റെ മെയിൻ ആൾക്കാര് ഇന്റെ കാരണന്മാർ. അതായത് ഇപ്പോ എന്റെ അച്ഛൻ ഉണ്ടാകും, അച്ഛന്റെ പേര് കൃഷ്ണൻ, അച്ഛന്റെ അച്ഛൻ കണ്ട, പിന്നെ രാമൻ, അതേപോലെ ആറ്റൂര് കൃഷ്ണേട്ടൻ, അയാൾ ഒരു ഈഴവനാണ്. ജാതി മതത്തിലില്ല. പൊറാട്ട് നാടകം ആർക്ക് വേണമെങ്കിലും പഠിക്കാം. അങ്ങേരുടെ പാട്ടുകളുണ്ട്. പിന്നെ മങ്ങൂര് ചാമിയേട്ടന്റെ പാട്ടുണ്ട്, കുമ്പളക്കോട്ട രാമേട്ടന്റെ പാട്ടുണ്ട്, ലാച്ചിത്തറ നാരായണേട്ടന്റെ പാട്ടുണ്ട്. അങ്ങനെ കാരണന്മാരുടെ എല്ലാവരുടെ പാട്ടുകളും ഉണ്ട്. പഴയ പാട്ടുകൾ, ഇന്നത്തെ വരെ ഈ രംഗത്ത് വരാത്ത പാട്ടുകൾ, ആരും അറിയാത്ത പാട്ടുകൾ. അത് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ പഠിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാവർക്കും അറിയാം, ഏട്ടന്മാർക്ക് അറിയാം, വല്യച്ഛന്മാരുടെ മക്കൾക്ക് അറിയാം, പല ആൾക്കാർക്കും അറിയാം. പക്ഷെ അവർക്കൊന്നും ഇത് പുറത്തു കൊണ്ടുവരാനോ ഒരു ധൈര്യമില്ലായ്മയാണോ എന്താണെന്ന് അത് അറിയില്ല. അവര് കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഇത് എല്ലാ പഴയ പാട്ടുകളും കാരണന്മാരുടെ. ആറ്റൂര ചാമി ആര് എന്ന് പറയും, പേര് കേട്ട ആളാണ്. 100 ചില്ലറ വയസ്സിലാണ് മരിച്ചാണ്. പിന്നെ കൃഷ്ണേട്ടൻ മരിക്കുമ്പോൾ 19 വരെ ഉണ്ടാവും. അവരുടെ ഒക്കെ നല്ല നല്ല പാട്ടുകൾ, നല്ല നല്ല വരികൾ. പാടപ്പണി എടുക്കുമ്പോ, ഞാൻ പറയ്ക്കുമ്പോ, കന്ന് കൂട്ടുമ്പോ, ഇതിന്റെ സമയത്തൊന്നുമില്ല, എപ്പോ വേണമെങ്കിലും പാടാം. കുട്ടികളെ ആട്ടിറക്കുമ്പോ, അങ്ങനെ എല്ലാ പല പല പാട്ടുകൾ, ഓരോന്നിനും ഓരോ പാട്ടുണ്ട്. ആ പാട്ടുകൾ എപ്പോ വേണമെങ്കിലും പാടാം.